സംശുദ്ധരിൽ സംശുദ്ധരായ നേതാക്കൾ. മറുപക്ഷത്തുള്ള നേതാക്കളിൽ പലരെക്കുറിച്ചും പല പരാതികളും പുരാതികളും ഉണ്ടല്ലോ. നമ്മുടെ ബഹുമാന്യരായ നേതാക്കളിൽ ആരെക്കുറിച്ചെങ്കിലും ജീവിതത്തിന്റെ വിശുദ്ധിയിലോ പാണ്ഡിത്യത്തിന്റെ കുറവിലോ അല്ലാഹു തആലയുമായുള്ള ബന്ധത്തിന്റെ നിറവിലോ എവിടെയെങ്കിലും ഒരു ചെറിയ പഴുത്, എവിടെയെങ്കിലും ഒരു ചെറിയ ആരോപണം അന്ന് വരുമോ? ആരോഗ്യം പറയട്ടെ, ഏതെങ്കിലും ഒരാൾ പറയട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് ശൈഖുനാ അവറുകളെ വാഴ്ത്താതിരിക്കുമോ? ബഹുമാനപ്പെട്ട താഴേക്കോട് കുഞ്ഞനൈ മുസ്ലിയാർ അവറുകളെ വാഴ്ത്താതിരിക്കുമോ? ബഹുമാനപ്പെട്ട നമ്മുടെ ശംസുലമാ ഓറെ വാഴ്ത്താതിരിക്കുമോ? കുറ്റം പറയാൻ കഴിയുമോ? അങ്ങനെയുള്ള മഹാന്മാരാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിലുള്ളതെങ്കിൽ ആ സംഘടനയുടെ പിൻഗാമികളെന്ന് നിലക്കും അവരുടെ സംഘടനയെന്ന് നിലക്കും ഇവിടെയുള്ള കക്കംപള്ളിയിലെ ആബാലവൃദ്ധം ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ പരിശ്രമം പാഴാകില്ല. നിങ്ങൾ ഈ ജമിയത്തിനെ സ്വാഗതം ചെയ്യുന്ന മനസ്സ് നിങ്ങൾ സത്യസന്ധരിൽ സത്യസന്ധരായ ആത്മാർത്ഥത പുലർത്തുന്ന ഈമാനിനോട് കടമ നിറവേറ്റുന്ന, അമലിനോട് കടമ നിറവേറ്റുന്ന, ഇൽമിനോട് പ്രതിബദ്ധത പുലർത്തുന്ന, ഉലമാഇന്റെ ബാധ്യതയും ചുമതലയും നിർവഹിക്കുന്ന ഉശിരുള്ള പണ്ഡിതന്മാരുടെ സംഘടനക്കാണ് നിങ്ങൾ പിന്തുണയേകുന്നത്. അവരെയാണ് നിങ്ങൾ പിന്തുണക്കുന്നത്, അവരെയാണ് നിങ്ങൾ വരവേറ്റത്, അവർക്കാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, അവർക്കാണ് നിങ്ങൾ സ്വീകരണം നൽകുന്നത്, അവർക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാം നൽകുന്നത്. നിങ്ങളുടെ ശ്രമം പാഴാവില്ല. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറയിലും ഇതിന്റെ ബർക്കത്ത് കിട്ടട്ടെ. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ. അല്ലാഹുവിന്റെ ഹബീബായ നബിയുടെ വരവിന്റെ ഒരു 4000 കൊല്ലം മുൻപെങ്കിലും തുബ്ബൈ രാജാവിന്റെ ആ കാലത്തു തന്നെ മദീന നിവാസികളായി അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹമാകും ഇതെന്നും ഇവിടേക്ക് നബി തങ്ങൾ ഹിജ്റ വരുമെന്നും വേദക്കാരിൽ നിന്ന് കിട്ടിയ വിവരം വെച്ചുകൊണ്ട് ഒരു 400 പണ്ഡിത സംഘം തുബ്ബൈ രാജാവിന്റെ സംഘത്തിൽ നിന്നും വേർപെട്ട് താമസിച്ചവരാണ് മദീനത്തെ അൻസാർ. ആ അൻസാർ അവരുടെ പരമ്പരയിലാണ്. ആ പരമ്പരയ്ക്ക് മുഴുവൻ കിട്ടിയ ഭാഗ്യം പുന്നാര നബിയെ വരവേൽക്കാൻ വേണ്ടി അവർ കാത്തിരുന്നു വന്നതാണ്. അന്ന് കാത്തിരുന്നവരിൽ നബിക്ക് വേണ്ടി കാത്തിരുന്ന ഏറ്റവും വലിയ നേതാവിന്റെ വീടാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. ആ വീട്ടിലേക്കാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മഅ്മൂറായ ഒട്ടകം, അല്ലാഹുവിനാൽ ആജ്ഞ നൽകപ്പെട്ട ഒട്ടകം പോയി മുട്ടുകുത്തിയത്. ഇത് അല്ലാഹുവിന്റെ നിയതിയാണ്. ആ നിയതി സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലാന്റെ ഹബീബായ നബി വരുന്നതിന്റെ 4000 കൊല്ലം മുൻപ് സംശുദ്ധരിൽ സംശുദ്ധരായ ഉലമാഇന്റെ ഒരു സംഘത്തെ അല്ലാഹു തആല മദീനത്ത് നിർത്തിയവരുടെ പിൻഗാമികളാണ് ഏറ്റവും പ്രിയപ്പെട്ടവരായ അൻസാരികളെങ്കിൽ ആ അൻസാരികളുടെ പവിത്രതയും സ്ഥാനവും അല്ലാഹു വിവരിക്കുന്നത് സ്വാദിഖീങ്ങളായ മുഹാജിറുകളെ വരവേറ്റുവന്നതും സ്വാദിഖീങ്ങളായ മുഹാജിറുകൾക്ക് വരവേറ്റുവന്നല്ല, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തുവന്നതുമാണ്. അതിന്റെ പേരിൽ തന്നെ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ. തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായിട്ടും അതെല്ലാം മുഹാജിറുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ, സ്വാദിഖുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ, സത്യസന്ധന്മാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്തവർ. അല്ലാഹു സ്വാദിഖീങ്ങൾ എന്ന് ഖുർആനിൽ വാഴ്ത്തിയ ഒരേ ഒരു സമുദായമുണ്ടെങ്കിൽ വ്യക്തമായി അഹദിൽ അറിയപ്പെട്ട ഒരു കൂട്ടർ മുഹാജിറുകളാണ്. ആ മുഹാജിറുകളായ സ്വാദിഖീങ്ങളെ സ്വീകരിച്ചതിന്റെ പേരിൽ ഉലമാഇന്റെ സംഘത്തിന്റെ പിൻഗാമികളായ അൻസാറിനെ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ ആഖിറത്തിൽ വിജയിച്ചവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കക്കംപള്ളിക്കാരെ, ഈ പ്രദേശത്തിന്റെ പരിസരത്തുള്ളവരെ, ഇതിനുവേണ്ടി സഹായങ്ങൾ അർപ്പിച്ചിട്ടുള്ളവരെ, ഈ ഉലമാഇന്റെ സംഘത്തിനെ വരവേൽക്കുന്നവരെ, പരിഗണിക്കുന്നവരെ, നിങ്ങൾ നിരാശപ്പെടേണ്ട. നമ്മുടെ ആശ അല്ലാഹു പൂർത്തിയാക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും വിജയികളാണ്. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സ്വാദിഖീങ്ങളായ മുഹാജിറുകളും ആ സ്വാദിഖീങ്ങളെ വരവേറ്റുകൊണ്ട് സ്വന്തത്തെക്കാൾ ആത്മത്യാഗം ചെയ്ത് അവരെ സ്വീകരിച്ചിട്ടുള്ള മുഫ്ലിഹീങ്ങളായ അൻസാറുകളും ഈ 2 സുഹാബികളുടെ കൂട്ടത്തിന് ശേഷം വരുന്നവരൊക്കെയും ചെയ്യേണ്ട കടമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനും റഹ്മത്തിനും പ്രാർത്ഥിച്ച് കടമ നിറവേറ്റിയിട്ട് അവരെ പിന്തുണക്കുക. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. വിശുദ്ധ ഖുർആൻ അസ്സാബിഖൂന അൽ-അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് തന്നെ വെളിയാളം കെട്ട് കടന്നെത്തുകയും അതിൽ മുൻപന്തിയിലെത്തുകയും ചെയ്ത സൂപ്പർ ഫാസ്റ്റ് വളരെ മുൻപന്തിയിലെത്തിയിട്ടുള്ള സാബിഖും ബിൽ ഖൈറാത്തായ മഹാന്മാരായ മുഹാജിറുകളും അൻസാറുകളും. ആ മുഹാജിറുകൾക്കും അൻസാറുകൾക്കുമുള്ള സ്ഥാനം ഇനി ഒരാൾക്കും നേടാൻ കഴിയില്ല.
നിങ്ങളൊരാൾ ഉഹുദ് മലയോളം പുണ്യം നേടിയാലും ഉഹുദ് മലയോളം സ്വർണം കിട്ടിയാലും ആ സ്വർണം മുടക്കി അള്ളാന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ചാലും എന്റെ സ്വഹാബികളിൽ ഒരാൾ ഒരു മുദ്ദോ ഒരു സോഴോ 2 കിലോയോ 1 കിലോയോ അരി കൊടുത്തതിന്റെ പുണ്യം അവർക്ക് നേടാൻ കഴിയുകയില്ലെന്ന് ഖാല റസൂലുള്ളാഹി. അവരുടെ സ്ഥാനമാർക്കും നേടാൻ കഴിയില്ല. പക്ഷേ അവരുടെ കണ്ണു ചേരാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഈഹ്സാനുകൊണ്ട് അല്ലാഹു തആലാന്റെ ദീനിൽ ശരിയായ മര്യാദയും കടപ്പാടും പാലിച്ചുകൊണ്ട് അർത്ഥവത്തായ ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ മുഹാജിറുകളായ അൻസാറുകളായ സ്വാദിഖുകളെയും ആ സ്വാദിഖുകളെ വരവേറ്റ മുഫ്ലിഹുകളായ അൻസാറുകളെയും പിൻപറ്റി ജീവിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ സ്വഹാബത്തിന്റെ പിൻഗാമികളായി വന്ന കേരളത്തിലെ ആദ്യ മിഷനറി സംഘത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയതിന്റെ കാവലാളുകളായി അവസാന കാലത്ത് വന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ നിന്ന് അധികാരത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, മറ്റേതെങ്കിലും ദ്രവ്യങ്ങൾ കൊതിച്ചിട്ടല്ല. ഇന്ന് ചിലർ കുറിക്കുന്നത് പോലെ അധികാരമോഹമാണത്രേ കേരള സംസ്ഥാന ജംഇയ്യത്ത് രൂപീകരിക്കപ്പെടാൻ കാരണം. ഇവർ കാണുന്ന അധികാരം എന്താണ്? സമസ്തയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ള മഹാനായ അതിന്റെ പ്രസിഡന്റ് ആ അധ്യക്ഷ സ്ഥാനം വലിച്ചെറിഞ്ഞു പോരുമ്പോ ഇനി അതിലപ്പുറം ഒരു അധികാരം എവിടെയാണ് സമസ്തയിൽ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് തിരിയുന്നില്ല. അധികാരമോഹത്തിന് വേണ്ടി സമസ്തയിൽ നിന്ന് പോരുന്നവർ ഇങ്ങനെയാണോ പോരുക? ആ അധികാരമോഹം ഈ കേരള സംസ്ഥാന ജംഇയ്യത്തിനോട് ഉലമാക്കൾക്കില്ല. ദ്രവ്യത്തിനു വേണ്ടിയല്ല, കടലാസു പണത്തിനു വേണ്ടിയല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. സത്യസന്ധത തങ്ങളുടെ ഇൽമിനോട് പുലർത്താൻ, തങ്ങളുടെ ഈമാനിനോട് പുലർത്താൻ, ആത്മാർത്ഥത തങ്ങളുടെ കടപ്പാടിനോട് പുലർത്താൻ, ഉലമാക്കൾ എന്ന നിലക്കുള്ള തങ്ങളുടെ ധർമ്മം പുലർത്താൻ, ഉമരാക്കൾ എന്ന നിലക്കുള്ള ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി വന്ന ആ സ്വാദിഖീങ്ങളായ ഉലമാക്കന്മാരോടും അവരെ സ്വീകരിക്കുന്നവരോടും പിൻപറ്റിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് അനുസരണയുള്ളവരായി ജീവിക്കുക. ഇതുമാത്രമാണ് നമുക്ക് കരണീയം. ഇതാണ് രക്ഷക്കുള്ള വഴിയും. ഈ രക്ഷക്കുള്ള വഴിയിലേക്ക് കേരളത്തിലുള്ള മുസ്ലിംകളെ, കേരളീയ സുന്നികളെ, കേരളീയ സമൂഹമേ, വിശ്വാസ സമൂഹമേ, ആത്മാർത്ഥതയുള്ള വിശ്വാസികളുടെ കണ്ണിയിലേക്ക്, ആത്മാർത്ഥതയുള്ള വിശ്വാസികൾ നേതൃത്വം നൽകിയിട്ടുള്ള സ്വാദിഖീങ്ങളുടെ പരമ്പരയിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി കടന്നു വരൂ. പരലോകമാണ് വലുത്, അവരുടെ കൂട്ടാണ് സ്വർഗത്തിൽ വലുത്. ഇവിടത്തെ ക്ഷണിക വികാരങ്ങളോ സ്ഥാനങ്ങളോ വലുപ്പങ്ങളോ ജനബാഹുല്യമോ ജനങ്ങളുടെ തക്ബീറോ വലുതല്ല, പുകഴ്ത്തലുകൾ വലുതല്ല. അതിനേക്കാൾ അപ്പുറം നമുക്ക് ആഖിറത്തിൽ സ്വാദിഖീകളോടുകൂടെ ഒപ്പമെത്തണം. ആഗ്രഹിക്കുന്നുണ്ടോ കേരളത്തിലെ വിശ്വാസികൾ? കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്ന സ്വാദിഖീങ്ങളായ പണ്ഡിതന്മാർ രൂപീകരിച്ച സംഘടനയിലേക്ക് കടന്നു വരൂ. ആ സംഘടനയെ പിന്തുണക്കൂ, ആ സംഘടനയെ അനുകരിക്കൂ, ആ സംഘടനയെ പിന്തുണക്കൂ. മാനസികമായെങ്കിലും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ശാഖിക്കുകയും പ്രാർത്ഥന കൊണ്ടെങ്കിലും ഈ സംഘടനയെ നിങ്ങൾ വളർത്തുകയും ചെയ്യണമേ എന്ന് കേരളീയ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന പ്രമേയമാണ് 40ാം വാർഷികത്തിന് ഈ ജംഇയ്യത്തുൽ ഉലമ തെരഞ്ഞെടുത്തിരിക്കുന്ന കൂനൂ മഅ സ്വാദിഖീൻ എന്ന പ്രമേയം. ഈ പ്രമേയം ഔപചാരികമായി ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.